പിന്നാലെങ്ങനെ കൂടിക്കണത്. അത് ശരി. അല്ലമ്മ, ചെക്കനെന്താ അത്ര ജോലിയൊക്കെ? അത് ഞാൻ ചോദിച്ചില്ല. നടക്കാൻ ചാൻസ് ഇല്ലാത്ത കാര്യമായതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ ചോദിച്ചറിഞ്ഞിട്ടേ ഓൾക്ക് വെറുതെ ഒരു പ്രതീക്ഷ ആവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ അതങ്ങോട്ട് ഒഴിച്ചു പാടുക ചെയ്തത്. ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞാൽ വീണ്ടും വിളിച്ചു വരുമെന്ന് അള്ളാഹുവാലോ. അതും ശരിയാ. അല്ല, ആരിസ്ക്ക് കുളിക്കാൻ കയറിക്കണാ? ഓൻ കുളിക്കാൻ കയറിക്കണേ. ഓന്റെ കുളി ഇഞ്ഞി വന്നാലേ നമുക്ക് എല്ലാവർക്കും കൂടി ചായ കുടിക്കാൻ നോക്കാം. കുട്ടി ഉണർന്നു കഴിഞ്ഞാലേ പിന്നെ അന്ന മര്യാദക്ക് ചായ കുടിക്കാൻ പോലും അയക്കൂല. എന്നാ ഞാൻ കയ്യൊക്കെ ഒന്ന് കഴുകട്ടെ. ഈ സ്കൂളിട്ട് വന്ന പാടി ടാബ് നോക്കി ഇങ്ങനെ കെടുക്കണ എന്തിനാടാ? അനക്ക് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടേ? റീമോള് വരാനായില്ലേ സെൽമോ? ഒന്ന് വിളിച്ചു നോക്കാറില്ലേ കുട്ടിക്ക്? ഓള് ട്രെയിൻ ഇറങ്ങിയ പാട് വിളിച്ചിരുന്നമ്മ. ഇനിയിപ്പൊ ബസ്സിന്റെ കയറി കഴിഞ്ഞാ നേരെ ഇവിടെ വന്ന് ഇറങ്ങൂലേ. നിങ്ങള് ചായ അടിച്ചോളി. എന്തിനാ അങ്ങനെ ഈ ട്രെയിനും ബസ്സൊക്കെ കയറി ഇറങ്ങിയിട്ട് അതിനെത്ര ദൂരക്ക് പഠിപ്പിക്കാൻ വിടുന്നത്? ഇന്നലെ മിഞ്ഞാന്നൊക്കെ കണ്ടില്ലപ്പോ മോദി നേരത്തെ കയറി വരുമ്പോത്തിന് ആകെ ക്ഷീണിച്ചില്ലാണ്ടായിക്കണ്. അത് ശരി. ഇതിപ്പോ ഓളെ ഇഷ്ടത്തിന് തന്നെയല്ലേ അമ്മ ആ കോളേജിൽ ചേർന്നിട്ടുള്ളത്. ഓൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് അവിടെ ഉള്ളൂന്ന് പറഞ്ഞിട്ടല്ലേ ഇത്രയും ദൂരം ചേർത്തത് തന്നെ. ഇതിപ്പോ റിഷുവിന്റെ ഒപ്പാണ് കിട്ടിക്കണ വെച്ചാല് രണ്ടാളും കൂടി അവിടെ ഹോസ്റ്റലിലാക്കിയാ മതിയായിരുന്നു. അതൊന്നും ശരിയാവൂല. ആൺകുട്ടിയോളെ പോലെയല്ലേ പെൺകുട്ടിയോള്. പെൺകുട്ടിയോളെങ്ങനെ അവിടെ ഇവിടെയും കൊണ്ടുപോയി നിർത്തി പഠിപ്പിക്കണമെന്നേ അത്ര ശരിയുള്ള കാര്യമല്ല. മാത്രല്ല, ഓൾ ഈ പെരൻ്റെ ഉള്ളിൽ ഇല്ലാന്നുണ്ടെങ്കിലേ പെര ഉറങ്ങിയ പോലെയാണ്. ഇനി പേറിപ്പോയാൽ എത്ര വെച്ചിട്ടാ ഓൾ അമ്മക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ നിൽക്കലും കളിക്കലും ചിരിച്ചലും വർത്താനൊക്കെ കാണാനും കേൾക്കാനും പറ്റിയ. അതിനൊക്കെ ഒരു സമയവും കാലമൊക്കെ ഇല്ലേ? പെൺകുട്ടിയുടെ കാര്യം അങ്ങനെയാണ്. അപ്പോൾ ഉള്ള സമയം ഓല് ഈ പെരൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുക, അതാ നല്ലത്. എന്തായാലും ഓള് ഈ കോഴ്സ് തീർന്ന വരക്കെ കല്യാണക്കാരേറ്റൊന്നും ആരും അങ്ങോട്ട് അടുക്കാതിരിക്കുക നല്ലത്. 3 വർഷം ആ കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ ഇപ്പൊ നമ്മള് പോവണ്ട. പിന്നെ ഒരു കണക്കിന് നിങ്ങൾ പറഞ്ഞു